വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് UDSFന്റെ മാർച്ച് പോലീസ് തടഞ്ഞു. യൂനസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. യൂനസ്, എന്തിനു വേണ്ടിയാണ് വിദ്യാർത്ഥി സംഘടനയുടെ മാർച്ച്? സംഘർഷഭരിതമാണെന്ന് തോന്നുന്നു ദൃശ്യങ്ങൾ കണ്ടിട്ട്. എന്താണ് വിശദാംശം? അജി, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDSF, KSUടെയും MSFന്റെയും പ്രവർത്തകർ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്നതിനിടെ മാർച്ച് ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ കുത്തനം കൂട്ടുന്ന ഈ ഫീസ് ഈ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് താങ്ങാൻ കഴിയില്ല, അത് പിൻവലിക്കണമെന്ന ആവശ്യമുണ്ട്. അതോടൊപ്പം യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഈ വിദ്യാർത്ഥി വിവേചനം അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യവും അവർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സ്റ്റുഡന്റ് യൂണിയൻ തെരഞ്ഞെടുപ്പും വിദ്യാർത്ഥി സെനറ്റ് തെരഞ്ഞെടുപ്പും ഉടൻ പൂർത്തിയാക്കുക എന്നുള്ളൊരു ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ MSFന്റെയും KSUടെയും പ്രവർത്തകർ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിനിസ്ട്രേഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ സിൻഡിക്കേറ്റ് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ഈ വൈസ് ചാൻസലർ കണ്ട് ഈ ആവശ്യം ബോധിപ്പിക്കും. ചാൻസലർ ഇതിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചില്ല. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഈ വിദ്യാർത്ഥികൾ. പ്രത്യേകിച്ച് ഈ അനുഭാവികളായ ഈ ഉദ്യോഗസ്ഥരടക്കം ഈ ഒരു കാര്യത്തിൽ പിന്നോട്ടടിക്കുന്നു, ഈ ഒരു കാര്യം കേൾക്കുന്നില്ല എന്നൊരു വിമർശനവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയൊരു പ്രതിഷേധമാണ് ഇവർ എത്തിയത്. 50ഓളം പ്രവർത്തകർ, KSU MSF പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പോലീസുമായി നേരിയ തോതിലുള്ള ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ ഇവർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം VCയുമായി സംസാരിക്കും. ഈ ആവശ്യം VCയോട് ഉന്നയിക്കും. ഇതിനുശേഷം ഈ VC ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫീസിൽ കുത്തിയിരുന്ന് സമരം തുടരുകയാണ്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷമാവും VCയെ കാണുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് MS പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു യൂനസ്.